കാർഷിക വാർത്തകൾ. 5 വർഷത്തിനുള്ളിൽ കാർഷിക കയറ്റുമതി ഇരട്ടിയാക്കും. അരിക്ക് പുതിയ ആഗോള വിപണികൾ തുറക്കാനും ലക്ഷ്യമിട്ട് ഇന്ത്യ. അടുത്ത 5 വർഷത്തിനുള്ളിൽ പൊതുവിതരണ സംവിധാനം പരിഷ്കരിക്കാനും ആധുനികവൽക്കരിക്കാനും കാർഷിക അധിഷ്ഠിത കയറ്റുമതി ഇരട്ടിയാക്കാനും ലക്ഷ്യമിടുകയാണ് രാജ്യമെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഒപ്പം ഇന്ത്യൻ അരിക്ക് പുതിയ ആഗോള വിപണികൾ തുറക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. വികസിത് ഭാരത് 2047ലേക്കുള്ള രാജ്യത്തിന്റെ ശ്രമത്തിൽ 2025 ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും. നമ്മുടെ കർഷകരും ഉപഭോക്താക്കളും ഈ കാഴ്ചപ്പാടിന്റെ കേന്ദ്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിയിടങ്ങൾ മുതൽ ഉപഭോക്താക്കൾ വരെയുള്ള ഭക്ഷ്യവിതരണ ശൃംഖലയിൽ ഗുണനിലവാരം, സുരക്ഷ, താങ്ങാനാവുന്ന വില എന്നിവ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രം ശ്രദ്ധ നൽകുന്നത്. എല്ലാ വീടുകളിലും ഭക്ഷ്യ പോഷക ആഹാര സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ശക്തമായി നടന്നുവരുന്നതായി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള സുഗന്ധവ്യഞ്ജന വ്യവസായം 2033ഓടെ $41.9 ബില്യൺ ആഗോള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് ഏകീകൃതവും ശാസ്ത്രാധിഷ്ഠിതവുമായ ഗുണനിലവാര മാനദണ്ഡം ആവശ്യമാണെന്നും വിദഗ്ധർ. കോഡെക്സ് കമ്മിറ്റി ഓൺ സ്പൈസസ് ആൻഡ് കൾണറി ഹെർബ്സിന്റെ 8ാമത് സെഷന് ഗുവാഹത്തിയിൽ തുടക്കമായിരിക്കുകയാണ്. ആഗോള സുഗന്ധവ്യഞ്ജന മേഖലയിൽ ഇന്ത്യയുടെ നേതൃത്വം വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഈ ആതിഥേയത്വം. 2024-ൽ $28.5 ബില്യൺ മൂല്യമുള്ളതായിരുന്നു ആഗോള സുഗന്ധവ്യഞ്ജന വ്യവസായം. 2033 ആകുമ്പോഴേക്കും മൂല്യം $41.9 ബില്യൺ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO രജിത് പുൻഹാനി അഭിപ്രായപ്പെടുന്നത്. സ്പൈസസ് ബോർഡാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 27 രാജ്യങ്ങളിൽ നിന്നുള്ള 81 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സുഗന്ധവ്യഞ്ജന വ്യവസായത്തിൽ സുതാര്യത, കാര്യക്ഷമത, സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഉൽപ്പാദകർ, വ്യാപാരികൾ, ഉപഭോക്താക്കൾ എന്നിവർക്കെല്ലാം കോഡെക്സ് മാനദണ്ഡങ്ങളുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരിഫ് മാറ്റം പാമോയിൽ വിതരണത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുവെന്ന് വിലയിരുത്തൽ. പാമോയിൽ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് വ്യക്തമായ ചട്ടക്കൂടുകൾ ആവശ്യമെന്ന് നിർദ്ദേശം. ഭക്ഷ്യ എണ്ണ ആവശ്യകതയുടെ 65% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. 2015 മുതൽ 25 തവണയിൽ കൂടുതൽ താരിഫ് മാറ്റങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് അന്താരാഷ്ട്ര വിതരണക്കാരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്കുള്ള വിതരണ ശൃംഖലയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. അതിനാൽ ഭക്ഷ്യ എണ്ണ മേഖലയിൽ കൂടുതൽ സുതാര്യതയ്ക്കായി 1 വർഷത്തിലധികം നീണ്ടുനിൽക്കുന്ന വ്യക്തമായ ചട്ടക്കൂട് സ്വീകരിക്കണമെന്നാണ് റിപ്പോർട്ട്. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ് ഓയിൽ പാമിന്റെ കീഴിലാണ് പഠനം നടന്നത്. നയരൂപീകരണത്തിനായി ചെറുകിട റിഫൈനർമാർക്ക് സാങ്കേതിക സഹായം നൽകാനും സുതാര്യതയും പങ്കാളി ആശയവിനിമയവും മെച്ചപ്പെടുത്തുന്നതിന് പ്രതിമാസ നയലഘുലേഖകൾ നൽകാനും പഠനം ശുപാർശ ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ ഭക്ഷ്യ എണ്ണകളുടെയും വില നിശ്ചയിക്കുന്നതിൽ പാം ഓയിലിന്റെ ആധിപത്യം നിർണായകമാണ്. ഇത് ഇത്തരത്തിലൊരു പഠനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 186, RSS 5 182, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,600, കുരുമുളക് അൺഗാർബിൾ 68,600, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 36,400, കൊപ്ര 22,700, ചുക്ക് 24,000.